ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു കൊഞ്ച് ബിരിയാണി തയ്യാറാക്കിയാലോ. അതിനുവേണ്ടി ഞാൻ 1/2 കിലോ കൊഞ്ച് എടുത്തിട്ടുണ്ട്. കൊഞ്ച് കഴുകി വൃത്തിയാക്കി അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് 1 മണിക്കൂർ വയ്ക്കാം. ഒരു കടായിലേക്ക് നെയ്യ് ഒഴിക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് സവാള, മുന്തിരി, അണ്ടിപ്പരിപ്പ് വറുത്ത് കോരിയെടുക്കാം. ഇത് വറുത്ത അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കൊഞ്ചും വറുത്ത് കോരിയെടുക്കാം. കൊഞ്ച് വറുത്ത അതേ എണ്ണയിൽ നമ്മൾ 3 സവാളയാണ് എടുത്ത് വെച്ചിരിക്കുന്ന മസാലയ്ക്ക്. 3 സവാള ഇതിലേക്ക് വഴറ്റാം. ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം. കൊഞ്ചിൽ ഉപ്പ് ചേർത്തതാണ്. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും അതിൻ്റെ പച്ചമണം പോയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1.5 തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. നെയ്യ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം. തക്കാളിയുടെ വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് മസാലകളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ജീരകപ്പൊടി എന്നിവയുടെ ചേർത്ത് അതിൻ്റെ പച്ചമണം പോയി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരും മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്തും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ റൈസിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാൻ 3 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ജീരശാല റൈസാണ്. അത് കഴുകി വെള്ളം തോർത്തി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് സ്പൈസസ് ആയ കറുവപ്പട്ട, സാജീരം, ഏലക്ക, ഗ്രാമ്പൂ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ശകലം നാരങ്ങാ നീരും ഒഴിച്ചു കൊടുത്തു. ചോറ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊഞ്ച് മസാല ഇട്ട് കൊടുത്തതിന് ശേഷം റൈസ് ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് നെയ്യും ചേർത്ത് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കൊഞ്ച് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക്